ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കറിയാം ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ, അതുപോലെ തന്നെ ജൂലൈ കഴിഞ്ഞു വരുന്ന മാസങ്ങളിലും നമുക്ക് എക്സാമുകൾ വരികയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ ബ്രിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. അപ്കമ്മിങ് എക്സാമിന്, അതായത് വരുന്ന എക്സാമുകൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും കുറച്ച് കൂടുതൽ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് IS കോഡ് ഫോർ കോമൺ ബേൺഡ് ക്ലേ ബിൽഡിംഗ് ബ്രിക്ക്. ഓക്കെ, നമ്മുടെ ബ്രിക്കിൻ്റെ IS കോഡാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഓപ്ഷൻ വരുന്നത്? IS 1077 1992. ഓപ്ഷൻ ബി വരുന്നത് IS 456 1972. ഓപ്ഷൻ സി IS 2982 1981. IS 1825 1992. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ IS 1077 1992 ആണ്. ഓക്കെ, ഈ കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ നോക്കി വെച്ചിരിക്കണം. ബ്രിക്കിൻ്റെ IS കോഡ് എന്ന് പറയുന്നത്, ഓക്കെ, ബ്രിക്കിൻ്റെ IS കോഡ്, ബ്രിക്ക് മേസൺറി അല്ല, ബ്രിക്കിൻ്റെ IS കോഡാണ്. ഓക്കെ, ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ബ്രിക്കിൻ്റെ IS കോഡ് എന്ന് പറയുന്നത് 1077 ആണ്. ഓക്കെ, 1077. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ആർ ബ്രിക്സ് സോക്ക്ഡ് ഇൻ വാട്ടർ ബിഫോർ യൂസിങ് ഇൻ ബ്രിക്ക് മേസൺറി? അതായത് നമ്മൾ ബ്രിക്ക് മേസൺറി നമ്മൾ ചെയ്യുമ്പോൾ ബ്രിക്ക് യൂസ് ചെയ്യും മുമ്പേ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിടുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫോർ റെഡ്യൂസിങ് എഫ്ലോറസെൻസ്, ഫോർ പ്രിവെൻറ്റിംഗ് ഡിപ്രഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം മോർട്ടാർ. ഓപ്ഷൻ സി ഫോർ റിമൂവിങ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട്. ഓപ്ഷൻ ഡി വരുന്നത് ഫോർ റെഡ്യൂസിങ് എയർ വോയിഡ്സ്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ ബി ഫോർ പ്രിവെൻറ്റിംഗ് ഡിപ്ലഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം മോർട്ടാർ. ഓക്കെ, അതായത് നമ്മൾ ബ്രിക്ക് മേസൺറി കൺസ്ട്രക്ട് ചെയ്യും മുമ്പേ നമ്മൾ ബ്രിക്ക് വെള്ളത്തിൽ മുക്കി വയ്ക്കും. ഓക്കെ, വെള്ളത്തിൽ മുക്കി വയ്ക്കും. അതെന്തിനാണ്? നമ്മൾ മോർട്ടാറിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ബ്രിക്ക് മോർട്ടാറിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബ്രിക്ക് ഈസ് പ്രിപ്പയർഡ് ഫ്രം clay containing a higher percentage of iron. ഓക്കെ, ഹയർ പെർസെൻറ്റേജ് ഓഫ് അയൺ ഉള്ള ക്ലേ വെച്ചിട്ടുണ്ടാക്കുന്ന ബ്രിക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് ഫയർ ബ്രിക്ക്. ഓപ്ഷൻ ഡി പേവിംഗ് ബ്രിക്ക്. ഓപ്ഷൻ സി കർവ്ഡ് സെക്ടർ ബ്രിക്ക്. ഓപ്ഷൻ ഡി അസിഡിക് ബ്രിക്ക്. ഓക്കെ, അയൺ കണ്ടന്റ് കൂടുതലുള്ള ക്ലേ വെച്ചുണ്ടാകുന്ന ബ്രിക്ക് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പേവിംഗ് ബ്രിക്കാണ്. ഓക്കെ, ഓപ്ഷൻ ഡി പേവിംഗ് ബ്രിക്കാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ക്ലാമ്പ് കിൻ ഈസ് എബൌട്ട്. ഓക്കെ, ക്ലാമ്പ് കിന്നിൻ്റെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലാമ്പ് കിന്നിൻ്റെ ഹൈറ്റ് എത്രയാണ്? ഓപ്ഷൻ വരുന്നത് 30 to 40 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 40 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ 4 മീറ്റർ ടു 6 മീറ്റർ ആണ്. ഓപ്ഷൻ സി വരുന്നത് 10 സെൻറ്റിമീറ്റർ ടു 20 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ഓപ്ഷൻ ഡി വരുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ടു 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 3 to 4 മീറ്റർ ആണ്. ഓക്കെ, ബ്രിക്കിന് നമ്മൾ ക്ലാമ്പും കിന്നും നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ, അതിൽ ക്ലാമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ക്ലാമ്പിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 to 4 മീറ്റർ ആണ്. ഓക്കെ, 3 to 4 മീറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കുറേ ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇതിൽ ആൻസർ കൺഫ്യൂഷനും വരാനുള്ള ഓപ്ഷൻസ് തന്നിരിക്കും അവർ. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എവിടെ കണ്ടാലും നിങ്ങളത് ആൻസർ ചെയ്ത് നോക്കണം. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലും MCQ ബുക്ക് നോക്കിയാലും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഇൻ കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ? അതായത് കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് എത്രയാണടാ? മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് 10.2 ആണല്ലേ. 10.2 ന്യൂട്ടൺ പെർ mm² ആണല്ലേ. 10.2 ന്യൂട്ടൺ പെർ mm² ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്.
ഈ 10 പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തിനാണ്? കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ഡി 140 ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി 140 ആണ് വരുന്നത്. അതിപ്പോൾ ഈ ഓപ്ഷൻ ബേസ്, അതായത് ഇവിടെ ഓപ്ഷനിൽ 25, 35, 75, 140 ആണുള്ളത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ മിനിമം കംപ്രസീവ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10.2 ന്യൂട്ടൺ പെർ mm² ആണ്. 10.2 ന്യൂട്ടൺ പെർ mm² ആണ്. ഇതിനെ നമ്മൾ കിലോഗ്രാമിലാക്കുമ്പോൾ 145 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. ഓക്കെ, 145 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. അത് ഒരു ഓപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൽ നമ്മൾ 14 ന്യൂട്ടൺ പെർ mm² എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, >14 ന്യൂട്ടൺ പെർ mm² എന്ന് പഠിച്ചിട്ടുണ്ട്. ആ 14 ന്യൂട്ടൺ പെർ mm²നെയാണ് ഇവിടെ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 140 എന്ന് ആൻസർ വരാൻ കാരണം. ഓക്കെ, അല്ലാതെ നമ്മൾ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പഠിച്ചിട്ടുള്ളത് എത്രയാണ്? 10.2 ന്യൂട്ടൺ പെർ mm² എന്ന ആൻസർ ഉണ്ട്. അത് ഓപ്ഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. 10.2 റിലേറ്റ് ആയ ആൻസർ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 140 ആണ് കിടക്കുന്നത്, അതായത് >14 ന്യൂട്ടൺ പെർ mm² ആണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ വൈസ് നോക്കുമ്പോൾ 140 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ന്യൂട്ടണിലായിരുന്നെങ്കിൽ ഇത് എത്ര വരുമായിരുന്നു? 14 ന്യൂട്ടൺ പെർ. ഓക്കെ, 14 ന്യൂട്ടൺ പെർ mm² ആണ്. ഓക്കെ, 14 ന്യൂട്ടൺ പെർ mm² ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലായതുകൊണ്ട് ഈ 14 ന്യൂട്ടൺ പെർ mm² കിലോഗ്രാമിലാക്കണം. അപ്പോൾ ഏകദേശം അറൗണ്ട് 140 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അത് അങ്ങനെ ഓർമ്മിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർഫെക്റ്റ് ബൈൻഡിങ് ഓഫ് അലുമിന ആൻഡ് സാൻഡ് ഈസ് ഹാപ്പൻഡ് ഡ്യൂറിങ് ബ്രിക്ക് മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ്. അതായത് ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഏത് പ്രോസസ്സിലാണ് അലുമിനിയം സാൻഡും പെർഫെക്റ്റ്ലി ബൈൻഡിങ് ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഏതൊക്കെയാണ് അതൊന്ന് ഓർമ്മിക്കണം. ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഏതൊക്കെയാണ്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, ദെൻ ഏതാണ്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ കഴിഞ്ഞിട്ട് മൗൾഡിംഗ് ഉണ്ട്, ഡ്രൈയിങ് ഉണ്ട്, ബേണിംഗ് ഉണ്ട് അല്ലേ? ഈ പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ തന്നെ ഏതൊക്കെ മെത്തേഡാണുള്ളത്? അൺസോയിലിംഗ് ഉണ്ട്, ഡിഗ്ഗിങ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, വെതറിംഗ് ഉണ്ട്, ബ്ലെൻഡിങ് ഉണ്ട്, ടെമ്പറിംഗ് ഉണ്ട്, നീഡിംഗ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയുള്ള ക്ലാസ് ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നമ്മൾ വീഡിയോ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് പോയി കാണണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ വരുന്നുണ്ട്, മൗൾഡിങ് വരുന്നുണ്ട്, ഡ്രൈയിങ് വരുന്നുണ്ട്, ബേണിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബേണിംഗ് ആണ്. ഓക്കെ, നമ്മൾ ബേണിംഗ് ചെയ്യുമ്പോഴാണ് അലുമിനിയം സാൻഡും നമ്മൾ കറക്റ്റ് ബൈൻഡിങ്, പെർഫെക്റ്റ്ലി ബൈൻഡിങ് നടക്കുന്നത് ബേണിംഗ് എന്ന പ്രോസസ്സിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Based on resistance to high temperature, clays are classified as high melting clays, low melting clays and dash. അതായത് ഹൈ റെസിസ്റ്റൻസ് ടു ഹൈ ടെമ്പറേച്ചറിൻ്റെ ബേസിൽ ക്ലേസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 3 ക്ലാസിഫിക്കേഷൻ ഉള്ളതിൽ ക്ലാസിഫിക്കേഷൻ ഒന്നെന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് ക്ലേസ്, രണ്ടാമത്തേത് ലോ മെൽറ്റിംഗ് ക്ലേസ്, മൂന്നാമത്തേത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് പ്ലാസ്റ്റിക് ക്ലേ, ഹൈ പ്ലാസ്റ്റിക് ക്ലേ, റിഫ്രാക്ടറി ക്ലേ, ഹൈ ഡിസ്പേഴ്സ് ക്ലേ. ഓക്കെ, ഇതിൽ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി റിഫ്രാക്ടറി ക്ലേ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് ടു ഹൈ ടെമ്പറേച്ചറിൻ്റെ ബേസിൽ ക്ലേനെ എങ്ങനെ തിരിച്ചിട്ടുണ്ട്? ഹൈ മെൽറ്റിംഗ് ക്ലേ, ലോ മെൽറ്റിംഗ് ക്ലേ, റിഫ്രാക്ടറി ക്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഫോമിംഗ് വൈറ്റ് പാച്ചസ് ഇൻ ബ്രിക്ക് വൈൽ സോക്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours is due to the presence of. Okay, the process of forming white patches in brick while soaked in water for 24 hours is due to the presence of. ഓക്കെ, വൈറ്റ് പാച്ചസ് ഫോം ചെയ്യുന്നത് എന്തിൻ്റെ പ്രസൻസിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് എ അലുമിന, ഓപ്ഷൻ ബി സിലിക്കയാണ് കേട്ടോ, അത് സിലിക്ക. ഓപ്ഷൻ സി വരുന്നത് അൺഡിസൈറബിൾ ആൽക്കലീസ്, ഓപ്ഷൻ ഡി വരുന്നത് ഓക്സൈഡ്സ് ഓഫ് അയൺ. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അൺഡിസൈറബിൾ ആൽക്കലീസ് ആണ്. ഓക്കെ, ആൽക്കലീസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ
നമുക്കവിടെ വൈറ്റ് പാച്ചസ് കാണാൻ കഴിയും. ഈ വൈറ്റ് പാച്ചസ് ആ ഒരു ഓവറോൾ പ്രോസസ്സിന് എന്തോന്നാണ് പറയുന്നത്, എഫ്ലോറസൻസ് എന്ന് പറയുന്നു. എഫ്ലോറസൻസിനെ ആ ഒരു ഡെപ്പോസിഷൻ്റെ ബേസിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടടാ, 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10% ആണെങ്കിൽ സ്ലൈറ്റ് എഫ്ലോറസൻസ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50% ആണെങ്കിൽ മോഡറേറ്റ് എഫ്ലോറസൻസ്, ഗ്രേറ്റർ ദാൻ 50% ആണെങ്കിൽ ഏതാണ്, സിവിയർ എഫ്ലോറസൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is true for first class brick? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 105 kg/cm². ഓക്കെ, മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ ആഫ്റ്റർ 24 hours ഇമേഴ്സിൻ ഈസ് 20% ബൈ വെയിറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ക്രഷിംഗ് സ്ട്രെങ്ത് നോട്ട് ബി ലെസ് ദാൻ 7 Nm². ഓക്കെ, ഇതിലേതാണ് ആൻസർ? ഇതിൽ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് 105 kg/cm² എന്നാണ് പറയുന്നത്. അതെത്രയാണ്? അത് നമ്മൾ Nm²ലോട്ട് ആക്കുമ്പോൾ 10.2 ആണ്. ഓക്കെ, 10.2നെ നമ്മൾ kg/cm കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഏത് വരുന്നത്, 105 kg/cm² വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ ആഫ്റ്റർ 24 hours ഇമേഴ്സ്, അതായത് വാട്ടറിൽ 24 മണിക്കൂർ ഇമേഴ്സ് ചെയ്തതിന് ശേഷമുള്ള മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 20% ബൈ വെയിറ്റ് ആണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ക്രഷിംഗ് സ്ട്രെങ്ത് നോട്ട് ബി ലെസ് ദാൻ 7 Nm² ആണ്. ഓക്കെ, ഓപ്ഷൻ വായിക്കാം. 1 and 3 ആർ കറക്റ്റ്, 2 ഓൺലി കറക്റ്റ്, 1 and 2 ആർ കറക്റ്റ്, ആൾ ആർ കറക്റ്റ്. ഓക്കെ, ആൻസർ ഏതാണോ? ആൻസർ നോക്കി, ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, 1 and 2 ആർ കറക്റ്റ്, അതായത് ഒന്നാമത്തതും സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ക്രഷിംഗ് സ്ട്രെങ്ത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ്, ഗ്രേറ്റർ ദാൻ 14 Nm² ആണ്. ഓക്കെ, അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. ബാക്കി 1, 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഞാൻ പറഞ്ഞത് 105 kg/cm² എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് 10.2 Nm² എന്ന വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ 10.2നെ നമ്മൾ kg/cm² ആക്കുമ്പോഴാണ് നമുക്ക് 105 kg/cm² വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The clay to be used for manufacturing brick for a large project is dug out and allowed to weather throughout. ഓക്കെ, ഓപ്ഷൻ വരുന്നത് ദ മൺസൂൺ, ദ വിൻ്റർ, ദ സമ്മർ, നൺ ഓഫ് ദീസ്. അതായത് ദ ക്ലേ, നമ്മൾ ബ്രിക്ക് മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന ക്ലേ ഡഗ് ചെയ്യുന്നതൊക്കെ ഏത് വെതർ കണ്ടീഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മൺസൂൺ സീസണാണ് വരുന്നത്. ഓക്കെ, മൺസൂൺ സീസണിലാണ് നമ്മൾ ഏത് ചെയ്യുന്നത്, ഈ വെതറിങ് ചെയ്യുന്നത് അല്ലേ, വെതറിങ് ചെയ്യുന്നത് മൺസൂൺ സീസണിലാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സ് ആണ്. ഇവിടെ ആൻസർ വരുന്നത് മൺസൂൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിഫ്രാക്ടറി ബ്രിക്സ് ആർ യൂസ്ഡ്. റിഫ്രാക്ടറി ബ്രിക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ, റീറ്റെയിനിങ് വാൾ, ഓപ്ഷൻ ബി, കോളംസ്, ഓപ്ഷൻ സി, പിയർ, ഓപ്ഷൻ ഡി, കമ്പക്ഷൻ ചാമ്പർ. ഏതാണ് റിഫ്രാക്ടറി ബ്രിക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിഫ്രാക്ടറി ബ്രിക്ക് ഓപ്ഷൻ ഡി, കമ്പക്ഷൻ ചാമ്പറാണ് ആൻസർ. ഓക്കെ, റിഫ്രാക്ടറി ബ്രിക്ക് അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്, ഫയർ ബ്രിക്ക് എന്ന് പറയാറുണ്ടല്ലേ. സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ബ്രിക്കാണ് റിഫ്രാക്ടറി ബ്രിക്ക് അല്ലെങ്കിൽ ഫയർ ബ്രിക്കാണത്. അത് നമ്മൾ ഫയർ ഓർ റിഫ്രാക്ടറി ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്തിൻ്റെ കണ്ടൻറ്റാണ് അതിൽ കൂടുതലുള്ളത്, സിലിക്കേരിയ കണ്ടൻറ്റ് കൂടുതലാണ്. ഓക്കെ, സിലിക്കേരിയ കണ്ടൻറ്റ് കൂടുതലാണ്. അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്? കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് 20 to 22 Nm² ആണ്. ഓക്കെ, 20 to 22 Nm² ആണ്. അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എത്രയാണ്? 5 to 10% ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പഗ് മിൽ ഈസ് യൂസ്ഡ് ഫോർ. പഗ് മില്ല് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ വരുന്നത് സോഫ്റ്റനിങ് ബ്രിക്ക് എർത്ത്, ഓപ്ഷൻ ബി മൗൾഡിങ് ബ്രിക്ക് എർത്ത്, ടെമ്പറിങ് ബ്രിക്ക് എർത്ത്. ഓക്കെ, പഗ് മില്ല് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ടെമ്പറിങ് ബ്രിക്ക് എർത്ത് ആണ്. ഓക്കെ, പഗ് മില്ല് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടെമ്പറിങ് ചെയ്യാനാണ് നമ്മൾ പഗ് മില്ല് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സോഫ്റ്റനിങ് ബ്രിക്ക് എർത്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? സോഫ്റ്റനിങ് ചെയ്യുന്നത് വെതറിങ് ആണ്. ഓക്കെ, വെതറിങ് ചെയ്യുമ്പോഴാണ് ആ സോയിൽ സോഫ്റ്റ് ആകുന്നത്. ഓക്കെ, അതോടെ ഓർക്കുക, വെതറിങ് ചെയ്യുമ്പോഴാണ് ആ സോയിൽ സോഫ്റ്റ് ആകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗുഡ് ബ്രിക്ക് എർത്ത് ഷുഡ് കണ്ടെയ്ൻ. ഒരു ഗുഡ് ബ്രിക്ക് എർത്തിൽ
കണ്ടെയ്ൻ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എബൌട്ട് 20-30% ഓഫ് അലുമിന, എബൌട്ട് 50-60% ഓഫ് സിലിക്ക, നോട്ട് മോർ ദാൻ 5% ഓഫ് ലൈം. ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബവ്. ഇതൊക്കെ നമുക്ക് അറിയാം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. ഓക്കെ, അതിൽ അലുമിന എത്ര പെർസെൻറ്റേജ് ഉള്ള 20-30% ആണ്. അലുമിനയാണ് ചീഫ് ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, ചീഫ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനയാണ്. മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് ചോദിച്ചാലാണ് ഏത് വരുന്നതാണ്? സിലിക്ക വരുന്നത്. ഓക്കെ, മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ് സിലിക്ക. സിലിക്ക 50-60% ആണ്. ലൈം എത്രയാണ്? ലൈം നോട്ട് എക്സീഡിങ് 5%, അതായത് 5%-നേക്കാളും കുറവായിരിക്കണം. ദെൻ അയൺ ഓക്സൈഡ് ഏതൊക്കെയാണ്? അയൺ ഓക്സൈഡ് 5-6% ആണ്. ദെൻ മെഗ്നീഷ്യ എത്രയാണ്? മെഗ്നീഷ്യ 1-2% ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്ലേ ആൻഡ് സിൽറ്റ് കണ്ടന്റ് ഇൻ എ ഗുഡ് ബ്രിക്ക് മസ്റ്റ് അറ്റ്ലീസ്റ്റ്. ഓക്കെ, ക്ലേയും സിൽറ്റിൻ്റെയും കണ്ടന്റ് എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് 50%, ഓപ്ഷൻ ബി 40%, ഓപ്ഷൻ സി 30%, ഓപ്ഷൻ ഡി 20%. ഓക്കെ, ആൻസർ ഏതാണ് ഇവിടെ? ആൻസർ ഓപ്ഷൻ എ 50% ആണ്. ഓക്കെ, ക്ലേയും സിൽറ്റും കൂടെ ബ്രിക്കിൽ 50% ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് മേസൺറി ബ്രിക്ക് എത്രയാണ്? സ്റ്റാൻഡേർഡ് സൈസ് ഓപ്ഷൻ നോക്കിയിട്ട് പറയുക. എത്രയാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 19/9/9 സെൻറ്റിമീറ്റർ. ഓക്കെ, സ്റ്റാൻഡേർഡ് ബ്രിക്ക് സൈസ് ഓർമ്മിക്കണം. സ്റ്റാൻഡേർഡ് ബ്രിക്ക് എന്ന് പറഞ്ഞാലും മോഡുലാർ ബ്രിക്ക് എന്ന് പറഞ്ഞാലും ഏതാണ് ആൻസർ? 19/9/9 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 19/9/9 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് മോഡുലാർ ബ്രിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് ബ്രിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതാണ് ആൻസർ. ഇനി നോമിനൽ സൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഏത് വരുന്നത്? 20/10/10 സെൻറ്റിമീറ്റർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A first class brick immersed in water for 24 hours should not absorb water more than. എത്രയാണ് ആൻസർ? ഇത് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയും കണ്ടതാണ്. ആൻസർ ഓപ്ഷൻ വരുന്നത് 10%, 15%, 20%, 25%. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് എത്രയാണ്? ഓപ്ഷൻ സി 20% ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്? 7-40 Nm² ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 75 ആണ്. കിലോഗ്രാമിലോട്ട് മാറ്റും, അതായത് 7നെ നമുക്ക് കിലോഗ്രാമിലോട്ട് മാറ്റും 75 അറൗണ്ട് വരും. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 75 kg/cm² ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വെയിറ്റ് ഓഫ് 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് ഓഫ് ബ്രിക്ക് എർത്ത് ഈസ് എബൌട്ട്. ഓക്കെ, 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് എർത്തിൻ്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 മീറ്റർ ക്യൂബ് ബ്രിക്കിൻ്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെത്രയാണ്? 18 kN/മീറ്റർ ക്യൂബ് ആണല്ലേ. കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ ആൻസർ വരുന്നത് സി ആണ്, 1800 kg ആണ്. ഓക്കെ, 1800 kg/m³ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, വെയിറ്റ് ഓഫ് 1 മീറ്റർ ക്യൂബ് ഓഫ് ബ്രിക്ക് എർത്ത് ഈസ് അബൌട്ട് 1800 kg/m³ ആണ്. ഇനി അത് 1 മീറ്റർ ക്യൂബിലുള്ള ബ്രിക്കിൻ്റെതാണ്. ഇനി ഒരു ബ്രിക്കിൻ്റെ വെയിറ്റ് ആണെങ്കിലോ, ഒരു ബ്രിക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3-3.5 kg ആണ്. ഓക്കെ, 3-3.5 kg ആണ്. അല്ലെങ്കിൽ ഏതാണ്? 30-35 Newton എന്ന് പറയാം. ഓക്കെ, 30-35 Newton എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കിൻ വിച്ച് മേ വർക്ക് ത്രൂ ഔട്ട് ദ ഇയർ വർക്ക് ചെയ്യുന്ന കിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് ക്ലാമ്പ്, ബുൾസ്കിൻ, അതേപോലെ ഹോഫ്മാൻ കിൻ, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഹോഫ്മാൻ കിൻ ആണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ആൻസർ പറയാനായിട്ട് കുറച്ചുകൂടെ ടൈം നിങ്ങൾക്ക് തരണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്ട് ഹാഫ്മാൻ കിന്നാണ്. ഹാഫ്മാൻ കിന്നാണ് നമ്മൾ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ ഇയർ യൂസ് ചെയ്യുന്നതും ഹാഫ്മാൻ കിന്നാണ്. ഹൈ എഫിഷ്യൻസിയുള്ള കിന്നാണ്. അതുപോലെ തന്നെ ഓവർ ഗ്രൗണ്ട് സ്ട്രക്ചറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് ബി. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഏതൊക്കെ ആൻസർ പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെത് ഗ്ರೇറ്റർ ദാൻ 14 Nm² എന്ന ആൻസർ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 10.2 Nm² എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ kg/cm² കിടക്കുന്നത്. ഞാൻ പറഞ്ഞു 10.2 Nm² കിലോഗ്രാമിലോട്ട് ആക്കുമ്പോൾ നമുക്ക് 105 kg/cm² എന്നാണ് വരുന്നത്. അത് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി 100 kg/cm² ആണ്. ഇങ്ങനെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ
ആൻസറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിനെ പിക്ക് ചെയ്യുകയായിരിക്കും ബെറ്റർ. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 100 kg/cm². ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജമ്പ് ബ്രിക്ക് എന്ന് പറയുന്നത് ഏത് ബ്രിക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് അണ്ടർ ബേൺഡ് ബ്രിക്ക്, ഓവർ ബേൺഡ് ബ്രിക്ക്, കച്ച ബ്രിക്ക്, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഓവർ ബേൺഡ് ബ്രിക്കാണ്. ഓക്കെ, കച്ച ബ്രിക്കിനെയാണ് ജമ്പ് ബ്രിക്കിനെയാണ് ഓവർ ബേൺഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. അത് 4th ക്ലാസ്സിൽ വരുന്നതാണ്. നമ്മളിത് അഗ്രിഗേറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിഫ്രാക്ടറി ബ്രിക്ക് റെസിസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ, കെമിക്കൽ ആക്ഷൻ, ഡാമ്പിനെസ്, ആൾ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ? ഇതിൽ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ നേരത്തെ വന്നതാണ്. റിഫ്രാക്ടറി ബ്രിക്ക് റെസിസ്റ്റ്, ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഹൈ ടെമ്പറേച്ചറിനെയാണ് റിഫ്രാക്ടറി ബ്രിക്ക് റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ബ്രിക്ക് ഈസ് immersed in water for 24 hours and then dried. When a brick is immersed in water for 24 hours and then dried, if option A വരുന്നത് no grey or white deposit appear on the surface, the brick is free from soluble salt. Option B, 10% surface is covered with grey or white deposit, the brick has slightly efflorescence. 50% surface is covered with grey or white deposit, the brick has a serious efflorescence. ഓപ്ഷൻ ഡി വരുന്നത് all of the above. ഇവിടെ ഏതാണ് ആൻസർ? ക്വസ്റ്റ്യൻ, വെൻ എ ബ്രിക്ക് ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours ആൻഡ് ദെൻ ഡ്രൈഡ്. 24 മണിക്കൂർ നമ്മൾ ബ്രിക്കിന് വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ ഡ്രൈ ചെയ്യാക്കിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിലേതാണ് ആൻസർ? നമുക്കറിയാം ഓപ്ഷൻ ഡി, all of the above ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോവിങ്. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ചെയ്യാനാണ്. ഓപ്ഷൻ എ വരുന്നത് ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ്, ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ഫോർ ഫയർ ബ്രിക്ക് വേരീസ് ഫ്രം 5 to 10%. ദെൻ ഓപ്ഷൻ ബി, റഫ്ലി 1 to 2% ഓഫ് ലൈം ഇൻ സിലിക്ക ബ്രിക്ക് ഈസ് ആഡഡ് ടു ആക്ട് ആസ് ബൈൻഡിങ് മെറ്റീരിയൽ. ദെൻ സി, ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിലിക്ക ബ്രിക്ക് ഈസ് അബൌട്ട് 150 kg/cm². ഓപ്ഷൻ ഡി, all of the above. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ഏതാണ്? ഓപ്ഷൻ എ നമുക്കറിയാം ഫയർ ബ്രിക്കിൽ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 5 to 10% ആണ്. അത് കറക്റ്റാണ്. ദെൻ ബിയിലോട്ട് വന്നു കഴിഞ്ഞാലോ ലൈം എത്രയാണ്? 1 to <5% ആണ്. സോ 1 to 2% അത് കറക്റ്റാണ്. ദെൻ സിലിക്ക ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 150 kg/cm² ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, all of the above ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോവിങ്. ഫസ്റ്റത്തതെന്ന് പറയുന്നത്, ബുൾസ് ട്രെഞ്ച് കിൻ ഈസ് എ ട്രെഞ്ച് എക്സ്കവേറ്റഡ് ഇൻ ഗ്രൗണ്ട്, ഹൗഫ്മാൻ കിന്നിൻ കൺസ്ട്രക്റ്റഡ് ഓവർ ഗ്രൗണ്ട്, ടണൽ കിൻ ഈസ് കൺസ്ട്രക്റ്റഡ് ആസ് എ ടണൽ, all of the above. ഏതാണ് ആൻസർ? നമുക്കറിയാം ബുൾസ് ട്രെഞ്ച് കിന്ന് ഗ്രൗണ്ടിൽ പാർഷ്യലി ഗ്രൗണ്ടാണ്, പാർഷ്യലി എബോവ് ഗ്രൗണ്ടാണ്. പിന്നെ ഹോഫ്മാൻ കിന്നാണെങ്കിലോ ഓവർ ഗ്രൗണ്ട് സ്ട്രക്ചറാണ്. ടണൽ കിൻ എന്ന് പറയുന്നത് ടണൽ പോലെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, all of the above ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിലിക്കയുടെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? ഓപ്ഷൻ വരുന്നത് 1570 ഡിഗ്രി സെൽഷ്യസ്, 1630 ഡിഗ്രി സെൽഷ്യസ്, 1730 ഡിഗ്രി സെൽഷ്യസ്, 1850 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 1730 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലോട്ടിംഗ് ഓഫ് ബ്രിക്ക് ഈസ് ഡ്യൂ ടു. ബ്ലോട്ടിംഗ് ഓഫ് ബ്രിക്ക് ഈസ് ഡ്യൂ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് പ്രസൻസ് ഓഫ് എക്സസ് കാർബണേഷ്യസ് മാറ്റർ. ഓപ്ഷൻ ബി, പ്രസൻസ് ഓഫ് എനി ഗ്യാസ് ഫോമിംഗ് മെറ്റീരിയൽസ് ഇൻ ക്ലേ. ഓപ്ഷൻ സി, ബാഡ് ബേണിംഗ് ഓർ റാപ്പിഡ് ഫയറിംഗ്. ഓപ്ഷൻ ഡി, all of the above. ഓക്കെ, ബ്ലോട്ടിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോട്ടിംഗ് എന്താണെന്ന് നമുക്കറിയാം. ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഏത് പോർഷനാണ് നമ്മൾ പഠിച്ചത്? ബ്രിക്കിൻ്റെ ഹാംഫുൾ ഇൻഗ്രീഡിയൻസിലാണ് നമ്മൾ പഠിച്ചതല്ലേ. സോ പ്രസൻസ് ഓഫ് എക്സസ് കാർബണേഷ്യസ് മാറ്റർ എന്ന് പറയുന്നതും ശരി തന്നെയാണ്. പ്രസൻസ് ഓഫ് എനി ഗ്യാസ് ഫോമിംഗ് മെറ്റീരിയൽ ഇൻ ക്ലേ, ഓപ്ഷൻ ശരിയാണ്. ബാഡ് ബേണിംഗ് ഓർ റാപ്പിഡ് ഫയറിങ്ങും ശരിയാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, all of the above ആണ്. ഓക്കെ, all of the above ആണ്. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഡോളോമൈറ്റ് ബ്രിക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോളോമൈറ്റ് ബ്രിക്കിന് ഓപ്ഷൻ വരുന്നത് ഓർഡിനറി ബ്രിക്ക്, ആസിഡ് റിഫ്രാക്ടറി ബ്രിക്ക്, ബേസിക് റിഫ്രാക്ടറി ബ്രിക്ക്, ന്യൂട്രൽ റിഫ്രാക്ടറി ബ്രിക്ക്. ഓക്കെ, ഏതാണ് ആൻസർ? ഡോളോമൈറ്റ് ബ്രിക്ക് എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബേസിക് റിഫ്രാക്ടറി ബ്രിക്കാണ്. ഓക്കെ, നമ്മൾ ഫയർ ഓർ റിഫ്രാക്ടറി ബ്രിക്കിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് പഠിച്ചത്. അത് 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ആസിഡ് ബ്രിക്ക് ഉണ്ട്, ബേസിക് ബ്രിക്ക് ഉണ്ട്, ന്യൂട്രൽ ബ്രിക്ക് ഉണ്ടല്ലേ. ആസിഡ് ബ്രിക്കിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഓർഡിനറി ഫയർ ബ്രിക്കും വരും, സിലിക്ക ബ്രിക്കും വരും. ദെൻ ബേസിക് ബ്രിക്കിനാണെങ്കിലോ മെഗ്നീഷ്യ വരും, ഡോളോമൈറ്റ് വരും. ദെൻ ന്യൂട്രൽ ബ്രിക്കാണെങ്കിലോ ഹൈ അലുമിന ബ്രിക്കും ക്രോമൈറ്റ് ബ്രിക്കും ന്യൂട്രൽ ബ്രിക്കിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്രിക്കിനുള്ള ക്വസ്റ്റ്യൻ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പം താങ്ക് യു.